ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡെവലപ്മെൻറ്റൽ നീഡ്സ്. കേട്ടറ്റ് 3 സൈക്കോളജിയിലെ ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന വികസനമാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റിൽ നമ്മളുടെ ഹെറിഡിറ്റിയുടെയും അതുപോലെ തന്നെ നമ്മളുടെ എൻവയോൺമെൻറ്റിൻ്റെയും സ്വാധീനമുണ്ട്. ഹെറിഡിറ്റി എന്നുകൊണ്ട് പാരമ്പര്യം എന്നാണ് അതാണ് പാരമ്പര്യമാണ്. അതിൻ്റെ എൻവയോൺമെൻറ്റ് അറിയാമല്ലോ, ചുറ്റുപാട്. അപ്പോൾ ഇത് രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റിൽ കുറച്ച് നീഡ്സ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. അത് 5 തലത്തിലുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റൽ നീഡ്സിൽ മെയിനായിട്ട് വരുന്ന 5 എണ്ണമാണ് സൈക്കോളജിക്കൽ നീഡ്സ്. ഓക്കെ, നമ്മളുടെ മാനസികമായിട്ടുള്ള നീഡ്സ്, പിന്നെ ഇൻ്റലക്ച്വൽ ഭൗതികമായിട്ടുള്ള നീഡ്സ്, ലാംഗ്വേജ് നീഡ്സ്, ഭാഷാപരമായ നീഡ്സ്, ഇമോഷണൽ നീഡ്സ്. ഓക്കെ, അതുപോലെ തന്നെ സോഷ്യൽ നീഡ്സ്. ഇത്രയും സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ നീഡ്സ്. ഓക്കെ, ഒരു മാനസികമായിട്ട് വരുന്ന നീഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് സെൽഫ് അവയർനെസ്. അതായത് നമുക്ക് നമ്മളുടെ തന്നെ തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയേഴ്സ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. അതാണ് സെൽഫ് അവയർനെസ്. നമുക്കൊരു സ്വന്തമായിട്ടൊരു തന്നെ കുറിച്ച് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. രണ്ടാമത്താണ് സെൽഫ് കോൺസെപ്റ്റ്. അതായത് നമുക്കൊരു ഐഡൻറ്റിറ്റി നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റണം. അത് നമ്മളുടെ സൈക്കോളജിക്കൽ നീഡാണ്. നെക്സ്റ്റ് ആണ് സെൽഫ് റെഗുലേഷൻ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ ബിഹേവിയേഴ്സിനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റണം. അതാണ് സെൽഫ് റെഗുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഓട്ടോണോമി. അതായത് നമുക്ക് നമ്മളുടെ ഡിസിഷൻസ് എടുക്കാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സൈക്കോളജിക്കൽ നീഡ്സിൽ വരുന്നത്. സിമ്പിൾ ടോപ്പിക്കാണ്. സെൽഫ് അവയർനെസ്, സെൽഫ് കോൺസെപ്റ്റ്, സെൽഫ് റെഗുലേഷൻ, ഓട്ടോണമി. ഇപ്പോൾ നമ്മൾ ഇത് വെച്ചൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ പോയിന്റ്സ് കിട്ടും. നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് പോയിന്റ്സ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സൈക്കോളജിക്കൽ നീഡ്സിൽ മെയിനായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇൻ്റലക്ച്വൽ നീഡ്സ്, അതായത് നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള നീഡ്സ്. ഫസ്റ്റ് വണ്ണാണ് കോഗ്നിറ്റീവ് സ്റ്റിമുലേഷൻ. ഓക്കെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രോബ്ലം സോൾവിങ്, ലേണിങ് തുടങ്ങിയ ആക്ടിവിറ്റികളിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റണം. അതാണ് കോഗ്നിറ്റീവ് സ്റ്റിമുലേഷൻ. ഇത് നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് സഹായിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അതൊരു ഇൻ്റലക്ച്വൽ നീഡാണ്. നെക്സ്റ്റ് ആണ് ക്യൂരിയോസിറ്റി. നമുക്കൊരു കാര്യം നമ്മൾ കാണുകയാണെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി നമ്മളുടെ മുന്നിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും നമുക്ക് പറ്റും. അപ്പോൾ അതൊരു ഭൗതികമായിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന ഒരു നീഡാണ് ക്യൂരിയോസിറ്റി. നെക്സ്റ്റ് ആണ് ക്രിട്ടിക്കൽ തിങ്കിങ്. അറിയാമല്ലോ, നമുക്കൊരു കാര്യത്തെ പ്രോപ്പറായിട്ട് ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് ക്രിയേറ്റിവിറ്റി. ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നീഡാണ് ക്രിയേറ്റിവിറ്റി. അതായത് നമുക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ നമുക്ക് ഇമാജിനേറ്റീവ് വേയ്സ് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റണം. കാരണം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇന്നത്തെ ലോകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിപ്പോൾ നമ്മളുടെ ജോബിലായിക്കോട്ടെ, നമ്മുടെ ഡെയിലി ലൈഫിലായിക്കോട്ടെ, ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻ്റലക്ച്വൽ നീഡ്സിൽ വരുന്നതാണ് ക്രിയേറ്റിവിറ്റിയും. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത് കോഗ്നിറ്റീവ് സ്റ്റിമുലേഷൻ, ക്യൂരിയോസിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി. ഏകദേശം ഒരു ധാരണ, അതായത് ഭൗതികമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന നീഡ്സാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാംഗ്വേജ് നീഡ്സ്, അതായത് ഭാഷാപരമായ നീഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, ഐഡിയാസ് നമുക്ക് എഫക്റ്റീവായിട്ട് മറ്റൊരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ തിങ്ക് ചെയ്യുന്ന കാര്യം തന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിന് പ്രോപ്പറായിട്ട് നമുക്ക് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ഇപ്പം ഞാൻ ഹിന്ദിയുടെ കൂടി മെയിനായിട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതിനകത്ത് നമ്മളിത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. നെക്സ്റ്റ് ആണ് ലാംഗ്വേജ് അക്വിസിഷൻ. ഇത് നമ്മൾ ഹിന്ദിയിൽ ഭാഷാർജ്ജനം എന്ന് പറയും. അതായത് നമ്മൾക്ക് ചുറ്റുപാടിൽ നിന്ന് പ്രേരണ ഇമിറ്റേറ്റ് ചെയ്ത് നമുക്കൊരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റണം. അതാണ് ലാംഗ്വേജ് അക്വിസിഷൻ. അത് ഒരു ലാംഗ്വേജ് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നീഡാണത്. അതിനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. ആ ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. നെക്സ്റ്റ് ആണ് വൊക്കാബുലറി. വൊക്കാബുലറി ശരിയാണ്, നമുക്ക് വേർഡ്സ് ഉണ്ടെങ്കിലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് വൊക്കാബുലറി വേണം. നെക്സ്റ്റ് ആണ് ലാംഗ്വേജ് ഫ്ലുവൻസി. നമുക്ക് ഫ്ലുവൻസി ഉണ്ടായിരിക്കണം. അത് സ്പീക്കിംഗ്, LSRW 4 കാര്യത്തിലും നമുക്ക് ഫ്ലുവൻസി വേണം. എങ്കിലാണ് നമുക്കൊരു ലാംഗ്വേജ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മൾക്കറിയാം LSRW സ്കിൽസ് എന്ന് തന്നെയാണ് അത് പറയുന്നത് തന്നെ. നെക്സ്റ്റ് ആണ് ലാംഗ്വേജ് അഡാപ്റ്റബിലിറ്റി.
അതായത് നമുക്കൊരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതായത് നമ്മൾക്ക് ഇപ്പോൾ എന്താണ്, നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു രീതിയിൽ നമുക്കൊരു സ്പീച്ചൊക്കെ പറയണമെങ്കിൽ നമുക്ക് പോയി പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ലാംഗ്വേജ് അഡാപ്റ്റ്. അതായത് നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് പ്രോപ്പറായിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതൊക്കെയാണ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട നീഡ്സ്: കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് അക്വിസിഷൻ, വൊക്കാബുലറി, ലാംഗ്വേജ് ഫ്ലുവൻസി, ലാംഗ്വേജ് അഡാപ്റ്റബിലിറ്റി. അപ്പോൾ ഇത് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ് ഇതിൽ വരുന്നത്, അത് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് ആണ് ഇമോഷണൽ നീഡ്സ്. നമ്മുടെ ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫസ്റ്റ് വൺ ആണ് ഇമോഷണൽ എക്സ്പ്രഷൻ. അതായത് നമുക്ക് നമ്മുടെ തോട്ട്സ്, ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അത് നമുക്ക് ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം, അതാണ് ഇമോഷണൽ എക്സ്പ്രഷൻ. നെക്സ്റ്റ് ആണ് ഇമോഷണൽ സപ്പോർട്ട്. ഓക്കെ, അതായത് എമ്പതി, അത് പിന്നെ നമുക്ക് മറ്റുള്ളവരുടെ വ്യൂ പോയിൻറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം, അതൊക്കെയാണ് ഇമോഷണൽ സപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇമോഷണൽ റെഗുലേഷനാണ്. അതായത് ഡിഫിക്കൽട്ടി ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം, പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റണം, അതൊക്കെയാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് ആണ് കണക്ഷൻസ്. അതായത് നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇമോഷണലായിട്ടൊരു കണക്ഷൻ നിലനിർത്താൻ പറ്റുക. നെക്സ്റ്റ് സേഫ്റ്റി ആണ്. അതായത് നമുക്ക് ഇമോഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീലിംഗ് സെക്യൂർ, നമുക്കെപ്പോഴും സെക്യൂർ ആവുന്ന ആ ഒരു ഫീലിംഗ്. ഓക്കെ, അതൊക്കെയാണ് ഇമോഷണൽ നീഡ്സിൽ വരുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന ഇമോഷണൽ എക്സ്പ്രഷൻ, ഇമോഷണൽ സപ്പോർട്ട്, ഇമോഷണൽ റെഗുലേഷൻ, കണക്ഷൻ വിത്ത് സൊസൈറ്റി ആൻഡ് സേഫ്റ്റി. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മളെ സോഷ്യൽ നീഡ്സ്. സോഷ്യൽ നീഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു സമൂഹത്തിൽ നമ്മളൊരു സമൂഹമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള നീഡ്സ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന നീഡ്സ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ബിലോങ്ങിനെസ്. ഓക്കെ, അതായത് സോഷ്യൽ ഗ്രൂപ്പ്സ്, കമ്മ്യൂണിറ്റീസിലൊക്കെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് ആണ് സോഷ്യൽ ഇൻട്രാക്ഷൻ, മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ നമ്മളെ റിലേഷൻഷിപ്സ് ഇതൊക്കെ ഒരു സോഷ്യൽ നീഡ്സ് ആയിട്ട് വരും. നെക്സ്റ്റ് ആണ് എംപതി. ഓക്കെ, അതായത് മറ്റുള്ളവരുടെ ഫീലിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യം. നെക്സ്റ്റ് ആണ് സോഷ്യൽ സ്കിൽസ്. മെയിനായിട്ട് വരുന്ന സോഷ്യൽ സ്കിൽസ് തന്നെയാണ്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം ഒരു സൊസൈറ്റിയിൽ, നമ്മളുടെ ഒപ്പീനിയൻസ് പറയാൻ പറ്റണം. ഓക്കെ, അതൊക്കെയാണ് സോഷ്യൽ സ്കിൽസ്. അതായത് സൊസൈറ്റിയിൽ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യാം, അതിന് വേണ്ടിയുള്ള സ്കിൽസ് നമുക്ക് വേണം. നെക്സ്റ്റ് ആണ് ഒരു സോഷ്യൽ സപ്പോർട്ട്. ഓക്കെ, അതായത് ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മറ്റുള്ളവരെ സപ്പോർട്ട് കൂടി ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ നീഡ്സിൽ വരുന്ന ബിലോങ്ങിനെസ്, സോഷ്യൽ ഇൻട്രാക്ഷൻ, എംപതി, സോഷ്യൽ സ്കിൽസ്, സോഷ്യൽ സപ്പോർട്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഡെവലപ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ജനറ്റിക് ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ എൻവയോൺമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടിട്ടാണ് നമ്മുടെ വികസനം അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അതിൽ മെയിനായിട്ട് വരുന്ന നീഡ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട 5 നീഡ്സ് നമ്മൾ നോക്കി. സൈക്കോളജിക്കൽ നീഡ്സ്, ഇൻ്റലക്ച്വൽ നീഡ്സ്, ലാംഗ്വേജ് നീഡ്സ്, ഇമോഷണൽ നീഡ്സ്, സോഷ്യൽ നീഡ്സ്. ഇതൊക്കെയാണത്. ഏകദേശം നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു ഐഡിയ കിട്ടി കാണും. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് കെ ലിയെ ഓക്കെ, ബൈ.